അപ്പോൾ ഇതാണ് കാബേജ് തോരൻ. റെസിപ്പി വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ക്യാബേജ് ഉപ്പേരിയാണ്. അധികം ഇൻഗ്രീഡിയൻറ്റുകളൊന്നുമില്ലാതെ ഉണ്ടാക്കാവുന്ന ഒരു ക്യാബേജ് ഉപ്പേരി. അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുകിട്ടു. ഇനി കടുകൊന്ന് പൊട്ടി വരണം. അപ്പോൾ കടുക് വറുത്ത് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു 5 or 6 ചെറിയ ഉള്ളി ചതച്ച്, ഒരു 3 വെളുത്തുള്ളി ചതച്ച്, വെളുത്തുള്ളി ചതച്ചത് ഇനി ഇട്ടോളാം. ഒന്ന് ഇളക്കാം. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, എന്നീ സാധനങ്ങൾ ഇട്ടുകൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും മാത്രമാണ് നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നുള്ളത്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ക്യാബേജ് ഇട്ടു. ഇപ്പോൾ അത് വളരെയധികം കൂടുതലായിട്ട് തോന്നുമെങ്കിലും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്നുകൂടി കുറയും, ഒന്ന് അമുങ്ങും. ഒന്ന് ഇളക്കുക. ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവണം. എണ്ണയും എല്ലാ ഭാഗത്തേക്ക് എത്തണം. ഒന്ന് ഇളക്കുക. അത് ചൂടാവുന്നതിനനുസരിച്ച് ഒന്ന് കുറഞ്ഞു വരുന്നത് കാണാം. ഒന്ന് ഇളകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 5 മുളക് നെടിക്കരുത്
ഒരു 2 ഇതള് വേപ്പില. ഇതിനകത്തേക്ക് അത്രയും വിട്ടു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക. നോർമലി ഇത് വേവാൻ കുറച്ച് സമയം കൊടുക്കുക. നോർമൽ ചൂടിലിരുന്ന് അത് വെന്തു. അങ്ങനെ അത് വെന്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ 2-3 പ്രാവശ്യം അത് തുറന്ന് ഇളക്കിയിരുന്നു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാം, ഇടാനാണ്. ഒന്ന്, കുറച്ച് തേങ്ങ ചിരകിയത്. ഇത് തേങ്ങ ചിരകിയതുകൂടാം, തേങ്ങ കൊത്തായിട്ടും ഇടാം കേട്ടോ. നമ്മൾ സാധാരണ ഈ ബീഫിലേക്ക് ഇടുന്ന തേങ്ങ ഒത്തിരി അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണം അതിടാൻ. വറക്കൊന്നും വേണമെന്നില്ല, എന്നാലും അതൊന്ന് വെന്ത് വരണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് അത് കുറച്ചുകൂടി സ്വാദുണ്ടാവും. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ഞാനിവിടെ അധികം തേങ്ങയൊന്നും എടുത്തിട്ടില്ല. ഏകദേശം ഒരു നോർമൽ സൈസ്, ഒരു ആവറേജ് സൈസ്, നോർമൽ സൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സൈസ് തേങ്ങയുടെ പകുതിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. ആ തേങ്ങ എല്ലാ ഭാഗത്തേക്കും ആകണം. ഇതൊരു മൺചട്ടിയാണ്, അതുകൊണ്ട് തന്നെ തേങ്ങ ഇതിനകത്തിരുന്ന് വെന്തോളും. തേങ്ങയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ വേവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നത്, അത് 1 സ്പൂണ് നെയ്യ്. ഒറ്റ സ്പൂണ് നെയ്യ് ഇതിനകത്ത് ചേർക്കുക. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. ആ നെയ്യിന് എല്ലാ ഭാഗത്തേക്കും ആകണം. ഇത്രയാണ് ഒരു സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനുള്ളത്. ഇത് തോരനാണ്, ഉപ്പേരിയില്ല. കാരണം നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചിരവിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തോരൻ. ഏതെങ്കിലും സാധനത്തിലേക്ക് തേങ്ങ ചിരവിടുമ്പോഴാണ് അത് തോരനാവുക, അല്ലെങ്കിൽ അത് ഉപ്പേരി. എന്നിട്ട് ഇത് ഇങ്ങനെ കുന്നുപോലെ കൂട്ടി വയ്ക്കാം. ഇതിൽ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് താഴത്തേക്ക് വരാനും, അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യും ഒരു അടിയിൽ വന്ന് കിടന്ന് ഒന്ന് തിളയ്ക്കാനുമുള്ള സൗകര്യമാണ് ഇതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ടാകും. എന്നിട്ട് ഇത് അടക്കി വയ്ക്കുക, തീ ഓഫ്. ഇത്രയുമാണ് ഒരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്, ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യം.